നമസ്കാരം. ഒരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. വിപുലീകൃത ഇടതുമുന്നണിയുടെ ആദ്യ യോഗം ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നവോത്ഥാന വനിതാ മതിലിന്റെ തുടർച്ചയും ചർച്ച ചെയ്യും. സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. 2004 സമാന സാഹചര്യമെന്നാണ് CPM നേതൃത്വം വിലയിരുത്തിയത്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി തലത്തിൽ CPM-ഉം CPI-യും ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന തലത്തിലും മണ്ഡലതലത്തിലും തെരഞ്ഞെടുപ്പ് ശില്പശാലകൾ പൂർത്തിയാക്കിയ CPM ബൂത്ത് തല ശില്പശാലകളിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ CPI പാർട്ടി ക്ലാസുകളും തുടങ്ങി. മുന്നണി എന്ന നിലയിലുള്ള തയ്യാറെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും ഇന്നത്തെ യോഗം പ്രാഥമിക രൂപം നൽകും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതല പ്രചരണ ജാഥ നടത്തും. ഫെബ്രുവരി ആദ്യം ജാഥ ആരംഭിക്കാനാണ് ആലോചന. ശബരിമല സ്ത്രീ പ്രവേശനം പ്രധാന പ്രചരണ വിഷയമാകുമെന്ന കണക്കുകൂട്ടലിൽ അതിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് മുന്നണി രൂപം നൽകും. സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കാനുള്ള ചുവടുവയ്പായി ശബരിമല സ്ത്രീ പ്രവേശനത്തെ മുന്നണി ഉയർത്തിക്കാട്ടും. വനിതാ മതിലിന് ലഭിച്ച സ്വീകാര്യതയും LDF-ന് ആത്മവിശ്വാസം നൽകുന്നു. വനിതാ മതിലിലൂടെ പിന്നാക്ക സാമുദായിക സംഘടനകളുമായി അടുക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ അടുപ്പം നിലനിർത്താനായാൽ NSS ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. സീറ്റ് വിഭജന ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ലെങ്കിലും വൈകാതെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. INL, കേരള കോൺഗ്രസ് B, ജനാധിപത്യ കേരള കോൺഗ്രസ്, ലോക് താന്ത്രിക് ജനതാദൾ എന്നീ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്ന ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്നത്തേത്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി UDF നേതൃയോഗവും ഇന്ന് ചേരുന്നുണ്ട്. മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്ത് നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും UDF-ന്റെ യോഗം ചർച്ച ചെയ്യും. PC ജോർജിനെ മുന്നണിയിൽ എടുക്കുന്നതിനെതിരെ മുസ്ലിം ലീഗും KM മാണിയും രംഗത്തെത്തുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ആലോചനയാണ് UDF യോഗത്തിന്റെ മുഖ്യ അജണ്ട. കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും RSPയും അടക്കം പഴയ മണ്ഡലങ്ങളിൽ മത്സരിക്കും. വീരേന്ദ്രകുമാർ മത്സരിച്ചിരുന്ന പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും. പതിവിന് വ്യത്യസ്തമായി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണം ആരംഭിക്കാനാണ് UDF നീക്കം. വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ള കോൺഗ്രസും ഇത്തവണ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. PC ജോർജ്, കാമരാജ് കോൺഗ്രസ്, JSS-ലെ രാജൻ ബാബു വിഭാഗം എന്നീ ചെറുകക്ഷികൾ UDF സഹകരണത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരം UDF-നകത്തുണ്ട്. പക്ഷേ PC ജോർജിന്റെ കാര്യത്തിൽ എതിർപ്പുയരും. ലീഗിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസും PC ജോർജിനെ സഹകരിപ്പിക്കുന്നതിനെ തുറന്ന് എതിർക്കും. എതിർപ്പ് അവഗണിച്ച് PC ജോർജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹകരണമാകാം എന്നതാണ് കോൺഗ്രസ് നിലപാട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ പരമാവധി വേദിയിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് UDF-ന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കി ഉമ്മൻചാണ്ടി. മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടാൻ സാധ്യതയില്ല എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റി എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഉമ്മൻചാണ്ടി മനസ്സ് തുറന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തോ ഇടുക്കിയിലോ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. മറ്റു മണ്ഡലങ്ങളിലും ഇത് ഗുണകരമാകുമെന്നായിരുന്നു അണിയറ ചർച്ചകൾ. എന്നാൽ എല്ലാ അഭ്യൂഹങ്ങളും ഉമ്മൻചാണ്ടി തള്ളി. ഞാൻ MLA അല്ലേ, അങ്ങനെ ആവശ്യം നയിക്കുമ്പോൾ എൻ്റെ കേരളത്തിൽ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അർഹിക്കുന്ന ജനസമ്മതിയുള്ള ജയിക്കാൻ സാധിക്കുന്ന നേതാക്കൾ ധാരാളമാണ്. AICC ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെടുകയും നിർണായക സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിന്റെ ചുമതല നൽകുകയും ചെയ്തതോടെ ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയാണെന്ന ചർച്ചകൾ തുടങ്ങിയിരുന്നു. PJ കുര്യന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചപ്പോൾ അണിയറ നീക്കങ്ങളിലൂടെ സീറ്റ് മാണി ഗ്രൂപ്പിന് വാങ്ങിക്കൊടുത്തതിൽ നിർണായക പങ്കുവഹിച്ചത് ഉമ്മൻചാണ്ടി. കുര്യനെ തള്ളിയും മാണിയെ കൂടെ കൂട്ടിയുമുള്ള തന്ത്രങ്ങൾ ദില്ലി രാഷ്ട്രീയത്തിലേക്ക് ഉമ്മൻചാണ്ടി ചുവടുമാറുന്നു എന്ന അഭ്യൂഹങ്ങൾ ബലപ്പെടുത്തി. ഗൾഫ് പര്യടനത്തിന് ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധിക്ക് അരങ്ങൊരുക്കിയതും ചർച്ചയായി. ദേശീയ രാഷ്ട്രീയ ചുമതലകൾ വഹിക്കുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയ കളത്തിൽ തന്നെ താൻ തുടരുമെന്ന് ഗ്രൂപ്പ് വൈരികളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഉമ്മൻചാണ്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പാട്ട് ഖനന വിരുദ്ധ സമിതിയുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വ്യവസായ മന്ത്രി EP ജയരാജന്റെ നേതൃത്വത്തിലാണ് ചർച്ച.
മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിലാണ് സമരസമിതിയുമായി ചർച്ച നടത്താൻ തീരുമാനമായത്. ഖനനം തുടരാനും സീ വാഷിംഗ് നിർത്തിവെക്കാനുമാണ് ഇന്നലെ ജനപ്രതിനിധികളുടെ ചർച്ചയിൽ തീരുമാനമായത്. ഖനനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ ഏജൻസിയെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സമരസമിതിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുക. പണിമുടക്ക് പ്രഖ്യാപിച്ച KSRTC തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ലേബർ കമ്മീഷണർ ഇന്ന് ചർച്ച നടത്തും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച. പണിമുടക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടാകാനിടയില്ല. എന്നാൽ KSRTC MD ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ സംഘടനാ പ്രതിനിധികൾ കമ്മീഷണർക്ക് പരാതി നൽകും. തൊഴിൽ നിയമങ്ങൾ KSRTCയിൽ പാലിക്കപ്പെടുന്നില്ല എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പരാതി. രാവിലെ 10 മണിക്ക് കമ്മീഷണർ ഓഫീസിലാണ് ചർച്ച. മുനമ്പം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ബോട്ട് ഉടമയെയും ഇടനിലക്കാരെയും നേരത്തെ ചോദ്യം ചെയ്ത പോലീസ് ഇന്നലെ കൂടുതൽ പേരുടെ മൊഴിയെടുത്തു. ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ആലുവ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ നടത്തിയ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇത് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതേസമയം മുനമ്പത്തു നിന്നും വിദേശത്തേക്ക് തിരിച്ച ബോട്ടിനായുള്ള തെരച്ചിൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് SBI ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ച കേസിൽ സർക്കാരിനോട് നിലപാടറിയിക്കാൻ കോടതി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് T. രഞ്ജിത്താണ് സർക്കാർ നിലപാട് അറിയിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. റിമാൻഡിൽ കഴിയുന്ന NGO യൂണിയൻ നേതാക്കളുടെ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. അതിക്രമിച്ചു കയറൽ, പൊതുമുതൽ നശിപ്പിക്കൽ, അസഭ്യവാക്കുകൾ വിളിക്കൽ, വധഭീഷണി എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് NGO യൂണിയൻ നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. തൃശൂർ മന്ദാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ ഓർത്തഡോക്സ് വിഭാഗം നടത്തുന്ന കുത്തിയിരിപ്പ് സമരം 2ാം ദിവസവും തുടരുകയാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഭദ്രാസനാധിപൻ യൂഹന്നാൻ മോർ മിലിത്തിയോസിന്റെ നേതൃത്വത്തിലുള്ള സമരം. ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞ യാക്കോബായ വിശ്വാസി സംഘം പള്ളിക്കകത്ത് തുടരുന്നുണ്ട്. 6 വർഷം മുൻപാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് യാക്കോബായ വിഭാഗം പള്ളി പിടിച്ചെടുത്തത്. ഇത് സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഏറെ നിയമ നടപടികൾക്ക് ശേഷമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി കോടതി വിധിയുണ്ടായത്. വിധിക്കെതിരെ യാക്കോബായ വിഭാഗം നേടിയ സ്റ്റേയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. കർണാടകയിൽ രാഷ്ട്രീയ നാടകം തുടരുന്നതിനിടെ MLAമാർക്ക് കർശന മുന്നറിയിപ്പുമായി കോൺഗ്രസ്. നാളെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്ത MLAമാരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ സംസ്ഥാനത്ത് നടക്കുന്നത് കുതിരക്കച്ചവടമാണെന്ന ആരോപണവുമായി കോൺഗ്രസ്, ജനതാദൾ സഖ്യവും BJPയും രംഗത്തെത്തി. 2 സ്വതന്ത്ര MLAമാർ പിന്തുണ പിൻവലിച്ചതോടെയാണ് കർണാടകത്തിലെ കോൺഗ്രസ് ദൾ സർക്കാരിൽ പ്രതിസന്ധി രൂക്ഷമായത്. അതിനിടെ കോൺഗ്രസ് MLAമാരും BJP പാളയത്തിലുണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് തടയിടാനാണ് MLAമാർക്ക് കർശന മുന്നറിയിപ്പുമായി മുൻ മുഖ്യമന്ത്രി കൂടിയായ സിദ്ധരാമയ്യ രംഗത്തെത്തിയത്. നാളെ ചേരുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാത്ത MLAമാരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കുമെന്നും പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 6 മാസമായി കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള നാണംകെട്ട കളിയാണ് BJP കളിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. നാളെ വൈകിട്ട് 3:30 വിധാൻ സൗദിലാണ് നിയമസഭാ കക്ഷിയോഗം. കോൺഗ്രസ് MLAമാർ BJPക്കൊപ്പമുണ്ടെന്ന മുറുമുറുപ്പുകൾ ദളിൽ നിന്നും ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വിളിക്കാൻ തീരുമാനിച്ചത്. അതിനിടെ സംസ്ഥാനത്ത് നടക്കുന്നത് കുതിരക്കച്ചവടമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ദൾ സഖ്യവും BJPയും രംഗത്തെത്തി. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പൊങ്കലിനോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ മധുരയിൽ നടന്ന ജല്ലിക്കെട്ടിൽ പരിക്കേറ്റവരുടെ എണ്ണം 100 കടന്നു. ആവണിയാപുരത്തും പാലമേടുമായി നടന്ന ജല്ലിക്കെട്ടുകളിലാണ് കാളകളുടെ കുത്തേറ്റ് 100ഓളം പേർക്ക് പരിക്കേറ്റത്. പാലമേട് ജല്ലിക്കെട്ടിൽ മാത്രം 500 കാളകളാണ് അണിനിരുന്നത്. ഏറ്റവും അധികം കാളകളെ കീഴടക്കുന്ന വീരന് ഒമ്നി വാനായിരുന്നു സമ്മാനം. 2ഉം 3ഉം സ്ഥാനക്കാർക്ക് സ്വർണമാലയും. ആവണിയാപുരത്ത് 24കാരനായ തിരുനാവക്കരശും പാലമേട് 27കാരനായ പ്രഭാകരനും മത്സരത്തിൽ വിജയികളായി.
7 കാളകളെ വീതമാണ് ഇവർ കീഴടക്കിയത്. പക്ഷേ കാളകളെ കീഴടക്കാനിറങ്ങി കുത്തേറ്റു വീണ 100ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാളക്കൊമ്പുകൾ ശരീരത്തിൽ ആഴത്തിൽ തറച്ചു കയറിയ 21 പേരുടെ നില ഗുരുതരമാണ്. More than 878 bull tamers are participating in the Jallikattu function. We have made elaborate arrangements. Our medical team on health side 10 medical teams with the special teams on 3 with the ortho, surgeon and anesthetist. ആയിരക്കണക്കിന് ആളുകളാണ് മത്സരം കാണാൻ തടിച്ചുകൂടിയത്. 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചിരുന്നു. തുടർന്ന് തമിഴകത്തെങ്ങും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കോടതി വിധി മറികടക്കാൻ തമിഴ്നാട് സർക്കാരിന് ഓർഡിനൻസ് കൊണ്ടുവരേണ്ടി വന്നു. കർണാടകയിൽ കാലികളെ തീയിൽ കൂടി ഓടിക്കുന്ന ക്രൂരമായ ചടങ്ങിനെതിരെ മൃഗസ്നേഹികൾ രംഗത്തെത്തി. പതിറ്റാണ്ടുകളായി മകരപ്പൊങ്കൽ കാലത്ത് നടന്നുവരുന്ന ആചാരമാണിത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായെ പന്നിപ്പനി ബാധയെ തുടർന്ന് ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗബാധ സ്ഥിരീകരിച്ചെന്ന വാർത്ത അമിത്ഷാ തന്നെയാണ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു. നെഞ്ചിലെ അസ്വസ്ഥത, ശ്വാസതടസ്സം എന്നിവയെ തുടർന്നാണ് അമിത്ഷായെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബ്രെക്സിറ്റ് കരാർ തള്ളിയതിന് പിന്നാലെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ 306-നെതിരെ 325 വോട്ടുകൾക്കാണ് പ്രമേയം തള്ളിയത്. ബ്രെക്സിറ്റ് കരാർ വൻ ഭൂരിപക്ഷത്തിൽ നിരാകരിക്കപ്പെട്ടതിന് പിന്നാലെ പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ നേതാവ് ജെറമി കോർബിൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പരാജയപ്പെട്ടത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി സർക്കാർ അവതരിപ്പിച്ച ബ്രെക്സിറ്റ് കരാർ പാർലമെന്റ് 3-2 ഭൂരിപക്ഷത്തോടെ തള്ളിയിരുന്നു. ഇത് മേയുടെ ഭരണ തുടർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം ഉയർത്തി. 100 വർഷത്തിനിടെ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പൊതുസഭയിൽ നേരിട്ട ഏറ്റവും വലിയ പരാജയമായിരുന്നു ഇത്. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവന്നത്. 118 ഭരണകക്ഷി കൺസർവേറ്റീവ് എംപിമാർ ബ്രെക്സിറ്റിനെ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലും അവിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രിയെ പിന്തുണച്ചു. ഇതോടെ അവിശ്വാസം തെരേസ മേ അതിജീവിക്കുകയായിരുന്നു. ഇത് അതിജീവിച്ചതോടെ അടുത്തയാഴ്ച മാറ്റങ്ങളോടെ പുതിയ കരാർ മേ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G77 2019 ചെയർമാൻ സ്ഥാനം പലസ്തീൻ ഏറ്റെടുത്തു. കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തിരുന്നു. ഊഴം അനുസരിച്ചാണ് പലസ്തീന് പദവി ലഭിച്ചത്. ഇതിനു മുൻപ് ഈജിപ്തിനായിരുന്നു അധ്യക്ഷസ്ഥാനം. സിറിയയിൽ IS ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. മൻജിബിലെ ഒരു റെസ്റ്റോറന്റിൽ ആയിരുന്നു ആക്രമണം. 9 നാട്ടുകാരും 1 US സൈനികനും 6 സിവിലിയൻ വിമത സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി US സൈനികർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സിറിയയിൽ നിന്ന് US സൈന്യം പിന്മാറ്റം ആരംഭിച്ചതോടെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ചാവേറാക്രമണം നടക്കുന്നത്. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ഹോട്ടൽ സമുച്ചയത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെട്ടു. ഹോട്ടലിൽ നിന്നും 700 പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതിനു പിന്നാലെ 5 ഭീകരരെ സൈന്യം വധിച്ചു. സൈന്യവും ഭീകരരുമായി 20 മണിക്കൂർ നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ് ഭീകരരെ കീഴടക്കിയത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഫേസ്ബുക്ക്. ബ്രിട്ടനിലും ബ്രസീലിലും നടപ്പാക്കിയ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ തടയുക, പരസ്യങ്ങൾക്ക് പിന്നിൽ ഉള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക എന്നീ നടപടികളാണ് നിയന്ത്രണത്തിലൂടെ ഫേസ്ബുക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. ആദ്യ വാർത്ത തുടരുന്നു. ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി വീണ്ടും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നു. സമരസമിതിയും നാട്ടുകാരുമാണ് പ്രതിഷേധം ശക്തമാക്കി രംഗത്തെത്തിയത്. ദേശീയപാത 66 മൂത്തകുന്നം മുതൽ ഇടപ്പള്ളി വരെ 23.5 കിലോമീറ്ററിലാണ് വീതി കൂട്ടുന്നത്.
ഇടപ്പള്ളി ദേശീയപാതയ്ക്കായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതോടുകൂടി പ്രതിഷേധവുമായി നാട്ടുകാരും സമരസമിതിയും രംഗത്തെത്തി. ഏറ്റെടുത്ത 35 മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കുക, അല്ലെങ്കിൽ 10 മീറ്റർ എലിവേറ്റഡ് പാത നിർമ്മിക്കുക, ദേശീയപാതയ്ക്കായി നേരത്തെ സ്ഥലം ഏറ്റെടുത്ത് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സമരസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുന്നുമാവിൽ തീമതിൽ തീർത്തു. ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കുണ്ട്. ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ ഈ പ്രതിഷേധത്തെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ തീരുമാനത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഏകാധിപത്യ രീതിയിൽ ഭൂമി പോലീസിനെ ഉപയോഗിച്ച് പിടിച്ചെടുത്ത് ഈ പാത BOT കൊള്ളപ്പാതയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ്. അത് സർക്കാർ തിരുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയപാതയുടെ വീതി 45 മീറ്റർ ആക്കുന്നതിന്റെ ഭാഗമായി കോട്ടപ്പുറം പാലം മുതൽ അളന്ന് സർവേ കല്ലുകൾ സ്ഥാപിച്ചു. ഡെപ്യൂട്ടി കളക്ടറും ദേശീയപാത വികസന അതോറിറ്റി ഉദ്യോഗസ്ഥരും 10 ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കും. 7 അടി വെള്ളം പൊങ്ങിയ സ്ഥലത്താണ് ഹൈവേ 4 വരി പണിയാൻ പോണത്. 7 അടി വെള്ളം പൊങ്ങിയ സ്ഥലത്ത് അടുത്ത പ്രളയത്തിന് എന്തായിരിക്കും ആ റോഡിൻ്റെ സ്ഥിതി എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട്. വരാപ്പുഴ വരാൻ പോകുന്ന ടോളിൻ്റെ പങ്ക് കൊതിച്ചിട്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും മിണ്ടാത്തത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഡിസംബറിൽ നടന്ന സർവേ നടപടികൾ പ്രദേശവാസികൾ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് നടപടികൾ തുടങ്ങിയത്. മാർച്ച് 31-നകം സ്ഥലം അളന്നു തിരിക്കണം. അതോടൊപ്പം നഷ്ടപരിഹാരം നിശ്ചയിച്ച് ഡെപ്യൂട്ടി കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. ശബരിമല ക്ഷേത്രം അടച്ചുപൂട്ടി വന്യമൃഗങ്ങൾക്ക് നൽകുകയാണ് വേണ്ടതെന്ന് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായർ. ബാങ്ക് സുരക്ഷിതമാക്കാനാണ് ശബരിമല സമരങ്ങളെന്നും അനിത നായർ പാലക്കാട് പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തെ ചൊല്ലി തർക്കമുണ്ടാക്കുന്നതിന് പകരം വനമേഖലയിലെ ക്ഷേത്രം പൂട്ടി വന്യമൃഗങ്ങൾക്ക് മാത്രമായി പ്രദേശം വിട്ടുനൽകണമെന്ന് അനിത നായർ. അവിടെ ആണുങ്ങളും പ്രവേശിക്കേണ്ട, പെണ്ണുങ്ങളും പ്രവേശിക്കേണ്ട, അമ്പലം പൂട്ടിയിടുക, നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഇത് പുലികൾക്ക് വിട്ടുകൊടുക്കുക. എല്ലായിടത്തും സ്ത്രീകൾക്ക് തുല്യാവകാശമുണ്ട്. സ്ത്രീകൾ കടക്കണ്ട എന്ന് പറയുന്ന ദൈവത്തെ നമുക്ക് ആവശ്യമുണ്ടോ എന്നും ചോദ്യം. എവിടെ വേണമെങ്കിലും ഒരു പുരുഷൻ പോണ സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പോവാം. അതുകൊണ്ട് എന്താ പറയുക, ഒന്നും വ്യത്യാസമാവാനൊന്നും പോണില്ല. അങ്ങനത്തെ ഒരു ദൈവത്തിനെ നമുക്ക് ആവശ്യമുണ്ടോ? വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള സമരമാണ് ശബരിമലയിൽ നടക്കുന്നതെന്നും അനിത നായർ പറഞ്ഞു. It is becoming an electoral politics. It's not about belief. It's not about humanity. It's not about women empowerment or women's rights. ശബരിമല പോലുള്ള വിഷയങ്ങളിൽ പല സാഹിത്യകാരന്മാരും മൗനം പാലിക്കുന്നത് വായനക്കാരെ നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണമാണെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. നിപ്പ കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിട്ട നടപടിക്കെതിരായ സമരം ശക്തമാകുന്നു. രാപ്പകൽ സമരം തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴും അനുകൂല നടപടി ഇല്ലാത്തതിനാൽ സമരസമിതി മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പക്ഷേ നിപ്പയുടെ സമയത്ത് വളരെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനമാണ് അവരെല്ലാവരും നടത്തിയത്. അപ്പോൾ അവരെ ഒഴിവാക്കേണ്ട എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ദേശനഷ്ടം സഹിച്ചിട്ടായാലും അവരെ നിലനിർത്താൻ, പക്ഷേ അവരെ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. നിപ്പ ആ സമയത്ത് ജോലി ചെയ്ത തൊഴിലാളികൾ, അതിനിപ്പോൾ ഒരു സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾക്കെല്ലാം അറിയാം, താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിന് വിരുദ്ധമായിട്ടുണ്ട്. നിപ്പ തൊഴിലാളികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം 10ാം ദിവസത്തിലെത്തിയപ്പോഴായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ പിന്നീട് മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതോടെയാണ് സമരസമിതി നിരാഹാരത്തിലേക്ക് നീങ്ങിയത്. ഇനി ആരോഗ്യമന്ത്രിയുടെയോ പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന സമരസമിതി. ഇവരെ ഈ നിലപാട് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന മന്ത്രി തലത്തിലുള്ള ആളുകളായിട്ട് കിട്ടുന്ന നിലപാടും ഇവരുടെ നിലപാടും രണ്ടായിട്ടാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവരായിട്ടൊരു ചർച്ച വേണ്ടെന്നുള്ളതിന് അഭിപ്രായം. ആ മന്ത്രി തലത്തിലുള്ള ആരെങ്കിലും അല്ല ആരോഗ്യ മന്ത്രാലയത്തിലുള്ള ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ചൊരു ചർച്ച നടത്തുകയാണെങ്കിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വേണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടുള്ള തീരുമാനം എടുക്കാമെന്നല്ല. നിപ്പ കാലത്ത് ശുചീകരണ തൊഴിലാളിയായി സേവനം ചെയ്ത രജീഷ് BP ആണ് നിരാഹാരം കിടക്കുന്നത്. പ്രതിഷേധ സൂചകമായി നിപ്പ കാലത്തെ സേവനത്തിന് സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് നൽകിയ പ്രശസ്തി പത്രവും സമരപന്തലിലുണ്ട്. സ്ഥിരം നിയമനത്തിന് തടസ്സമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട 42 പേരെയും കരാർ അടിസ്ഥാനത്തിലെങ്കിലും തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. ചെമ്പരിക്ക ഗാസി CM അബ്ദുള്ള മൗലവിയുടെ കൊലപാതകത്തിൽ കുറ്റവാളികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനിറങ്ങാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം. ഫെബ്രുവരി 1 കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സംഭവത്തിൽ സമസ്തയുടെ മൗനത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ഖാസിയുടെ മകൻ രംഗത്ത് വന്നിരുന്നു.
ചെമ്പിരിക്ക കാസി CM അബ്ദുള്ള മൗലവിയുടെ മരണം കൊലപാതകമാണെന്ന് സമസ്ത ഉറച്ചു വിശ്വസിക്കുന്നതായി പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. മരണം ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയ CBI അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി 2 തവണയും തള്ളിയിരിക്കുകയാണ്. മൗലവിയുടെ കൊലപാതകികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് സമസ്ത പ്രസിഡന്റ് അറിയിച്ചു. ആ കൊലപാതകർ ആരാന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് വരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 1 കോഴിക്കോട് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ച് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് തീരുമാനം. 2010 കാസിയെ ചെമ്പരിക്ക കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. മരണം ആത്മഹത്യയാണെന്ന് പ്രചരിപ്പിക്കാൻ കാസർഗോഡ് ജില്ലയിലെ സമസ്ത നേതാവ് ശ്രമിച്ചുവെന്ന് കാസിയുടെ മകൻ മുഹമ്മദ് ഷാഫി നേരത്തെ ന്യൂസ് 18 വെളിപ്പെടുത്തിയിരുന്നു. കൊലപാതകികളെ കണ്ടെത്താൻ നടത്തുന്ന പ്രക്ഷോഭങ്ങളോട് സഹകരിച്ചില്ലെന്നും ആരോപണമുണ്ടായി. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കോടികൾ വിലമതിക്കുന്ന CMP പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയതിനെതിരെ CMP സംസ്ഥാന നേതൃത്വം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. സംസ്ഥാന നേതൃത്വത്തെ അവഗണിച്ച് CMP ജില്ലാ നേതൃത്വം CPIയിൽ ചേർന്നതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയത്. CPIയുടെ നിലപാട് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി MK കണ്ണൻ പറഞ്ഞു. CMP പാലക്കാട് ജില്ലാ സെക്രട്ടറി മുരളി താരേക്കാടിന്റെ നേതൃത്വത്തിൽ ജില്ലാ നേതാക്കൾ CPIയിലേക്ക് പോയതോടെയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസായി മാറിയത്. പാലക്കാട് നഗരത്തിനുള്ളിൽ 15 സെന്റ് സ്ഥലത്താണ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന് 2 കോടിയിലേറെ വില വരും. CMP നേതാവായിരുന്ന C വാസുദേവ മേനോന്റെ പേരിലുള്ള ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലാണ് കെട്ടിടം. ജില്ലാ നേതാക്കളൊന്നാകെ CPIയിലേക്ക് പോയപ്പോൾ കെട്ടിടം വാടകയ്ക്ക് നൽകിയെന്ന പേരിൽ കരാറുണ്ടാക്കിയാണ് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസാക്കി മാറ്റിയത്. കെട്ടിടം CMPക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. CPI പോലൊരു പാർട്ടി, അച്യുതമേനോന്റെ പാർട്ടി ഇത്രയും ഒരു കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നു എന്നത് അപമാനകരമാണ്. പാർട്ടി ഓഫീസിലെ CPIയുടെ ഓഫീസായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. നിയമപരമായിട്ടും രാഷ്ട്രീയമായും ധാർമ്മികമായും നിൽക്കാത്ത ഒരു നടപടിയാണിത്. ട്രസ്റ്റിന്റെ നിയന്ത്രണം CMP സംസ്ഥാന സെക്രട്ടേറിയറ്റിനാണെന്നും വാടകയ്ക്കെന്ന പേരിൽ CPI അതിക്രമിച്ചു കടന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ലെന്നും MK കണ്ണൻ പറഞ്ഞു. ഇത് വാടകയ്ക്കെടുത്തു എന്ന് പറഞ്ഞ് ആഫീസ് പ്രവർത്തിക്കുന്നത് തികഞ്ഞ കൊള്ളരുതായ്മയാണ്. അതുകൊണ്ട് അവർ ആഫീസിൽ നിന്ന് പോകണം. ഈ ട്രസ്റ്റിന് ആ ഭൂമി തിരിച്ചു കൊടുക്കണം, ആഫീസ് തിരിച്ചു കൊടുക്കണമെന്നാണ്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CMPയിൽ നിന്നും രാജിവെച്ച ജില്ലാ നേതാക്കൾ വ്യക്തമാക്കി. CPMൽ ലയിക്കാനാണ് CMP സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ലയനം പൂർത്തിയാവുന്നതോടെ ഓഫീസ് മാറ്റം വലിയ തർക്കമാവാനാണ് സാധ്യത. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്.